ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെയുള്ള നിലനിൽപ്പിന് ആധാരം അവരവരുടെ പൗരത്വമാണ്. പൗരത്വം നമുക്ക് നിലനിൽപ്പ് നൽകുന്നു, എടുത്തു മാറ്റാൻ സാധിക്കാത്ത വിധം മൗലികമായ അവകാശങ്ങൾ നൽകുന്നു. ലോകത്തിൻ്റെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കുമേൽ അന്യായം നടന്നാൽ രാജ്യം നിങ്ങൾക്ക് വേണ്ടി ഉപരോധങ്ങൾ പോലും ഏർപ്പെടുത്തിയേക്കും. ആയതിനാൽ തന്നെ ഒരു മനുഷ്യരും പൗരത്വമില്ലാത്തവരായി ഇവിടെ അവശേഷിക്കരുത്. ആധുനിക ദേശരാഷ്ട്രങ്ങൾക്ക് നമ്മുടെ പൗരത്വം മതത്തിൻ്റെ പേരിൽ നൽകുവാനോ റദ്ദു ചെയ്യാനോ സാധിക്കുമോ? ഇല്ല എന്നാണ്. അത്യന്തം ഗുരുതരമായ കുറ്റങ്ങൾക്കല്ലാതെ ഇന്ത്യ പൗരത്വം റദ്ദു ചെയ്യാൻ അനുവദിക്കുന്നില്ല. മതപരമായി പൗരത്വം നൽകാനും ഭരണഘടന അനുവദിക്കുന്നില്ല. എന്നാൽ ഇതിനെല്ലാം മുകളിലായിട്ടാണ് കുപ്രസിദ്ധമായ പൗരത്വ ഭേദഗതി നിയമം മോദി ഗവൺമെന്റ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യരെ രണ്ടാം തരക്കാരാക്കി മാറ്റുന്നതിന് ലീഗൽ സാങ്ഷൻ നൽകിയ നിയമമായിരുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം വിദ്വേഷ പ്രചരണം, അപരവത്കരണം, ആൾക്കൂട്ടാക്രമണം, അരികുവത്കരണം എന്നിങ്ങനെ എല്ലാത്തിനും ഒടുവിലായിട്ടാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന തരത്തിൽ പൗരത്വ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. എന്തായിരുന്നു പൗരത്വ നിയമം? 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടാണ് 2019 പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിൽ നിന്നും ഡിസംബർ 2014 മുൻപ് ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാസി, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രം ഇന്ത്യ പൗരത്വം നൽകുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇതിലെവിടെയും മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക് നാച്ചുറലൈസേഷൻ വഴി പൗരത്വം നേടാനുള്ള നിബന്ധനകളും നിയമത്തിൽ ഇളവ് ചെയ്യുകയുണ്ടായി. പൗരത്വ നിയമത്തിലൂടെ മോദി സർക്കാരിന്റെ ഉദ്ദേശം വേട്ടയാടപ്പെടുന്നവർക്ക് പൗരത്വം നൽകുക എന്നതായിരുന്നെങ്കിൽ അതിൽ ഇന്ത്യയിൽ അഭയം തേടിയ 40,000-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉണ്ടാകുമായിരുന്നു. മ്യാൻമാറിൽ അക്രമം അനുഭവിക്കുന്ന, വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ ഉണ്ടാകുമായിരുന്നു. മ്യാൻമാറിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ലോകത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ന്യൂനപക്ഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യവസ്ഥ ചെയ്യുന്നത്. അവർ ഈ നിയമത്തിൽ എവിടെയുമില്ല. വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ശ്രീലങ്കൻ തമിഴരെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടിബറ്റൻ അഭയാർത്ഥികളില്ല. അൾജീരിയ, പാകിസ്ഥാൻ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ വേട്ടയാടപ്പെടുന്ന അഹമ്മദിയ മുസ്ലിങ്ങളെയും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാസി, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ വേട്ടയാടപ്പെടുന്നു എന്നതിനുള്ള വിശ്വസനീയമായ ഒരു ഡേറ്റകളും രേഖകളും പഠനങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതിലൂടെ തന്നെ ഗവൺമെന്റ് എത്രമാത്രം ഏകപക്ഷീയമായിട്ടാണ് ഇങ്ങനെയൊരു വേർതിരിവ് നിയമത്തിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പൗരത്വ നിയമം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കുകയുണ്ടായി. മതപരമായി വേർതിരിക്കുകയും 2 തരത്തിൽ സമീപിക്കുന്നതിലൂടെയും നിയമത്തിന് മുന്നിലെ സമത്വവും തുല്യതയുമെല്ലാം വയലേറ്റ് ചെയ്യുകയുണ്ടായി. ഭരണഘടനാപരമായി മതേതരമായ രാജ്യത്തെ ഇത് പുതിയ മാനങ്ങളിൽ എത്തിച്ചു. സമത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 15ഉം 16ഉം ലംഘിക്കപ്പെട്ടു. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 25ഉം 26ഉം 27ഉം 28ഉം ലംഘിക്കപ്പെട്ടു. ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 29ഉം 30ഉം ലംഘിക്കപ്പെട്ടു. ഇവയുടെയെല്ലാം ആകെ തുകയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത. പൗരത്വ ഭേദഗതി നിയമത്തെ ഒറ്റയ്ക്ക് കാണാൻ കഴിയില്ല. അതിനെ NRC അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസണുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. NRC എന്നത് ഇന്ത്യയിൽ നിയമപരമായി ജീവിക്കുന്ന പൗരന്മാരെ ഉൾപ്പെടുത്തുന്ന രേഖയാണ്. NRCയിൽ ഉൾപ്പെടുന്നവർ 1971 ഇലക്ടോറൽ റോളിൽ ഉൾപ്പെടുന്നവരോ അതിൻ്റെ പിന്മുറക്കാരോ ആയിരിക്കണമെന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ഇല്ലീഗലായി കാണപ്പെടുന്ന വ്യക്തികൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനുള്ളിൽ പൗരത്വം ലഭ്യമായേക്കും. പക്ഷേ NRCയിൽ പേരില്ലാതെ പോകുന്ന മുസ്ലിങ്ങളായ ഇന്ത്യക്കാർക്ക് രക്ഷയ്ക്ക് ഒന്നുമില്ലെന്ന് സാരം. ഇതിലൂടെ തന്നെ പൗരത്വ നിയമം എത്രമാത്രം അകാരണവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കും. മോദി സർക്കാരിൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകളുടെ ആകെ തുകയാണ് പൗരത്വ ഭേദഗതി നിയമം.